പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന 4 പേർ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെ തൃശൂർ ഈസ്റ്റ് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. 5 പേർ കൂടി കവർച്ചാ സംഘത്തിൽ ഉണ്ട് എന്നാണ് സൂചന. പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ KM ജ്വല്ലറി അടച്ചു മടങ്ങുകയായിരുന്ന ഉടമ യൂസഫും സഹോദരൻ ഷാനവാസും ജൂബിലി ജംഗ്ഷന് സമീപത്തെ സ്വന്തം വീടിന് മുന്നിൽ വെച്ചാണ് ആക്രമണം നേരിട്ടത്. കാറിൽ പിന്തുടർന്നെത്തിയ സംഘം ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തി. തെറിച്ചുവീണ യൂസഫിന്റെയും ഷാനവാസിന്റെയും കണ്ണിൽ മുളകുപൊടി സ്പ്രേ ചെയ്തു. തുടർന്ന് 2 കോടിയോളം വില വരുന്ന സ്വർണവുമായി സംഘം കടന്നു കളഞ്ഞു. ഒരാൾ വന്ന് എന്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് കണ്ണ് കായില്ല, എന്റെ ഇവിടെ കായി. എന്നെ 2 ആളെ അടിച്ചിട്ടിട്ട് അവര് സാധനം കൊണ്ടുപോയി. ഡിക്കിലുള്ള സാധനം എടുത്തുക്കണു. എന്റെ ബാഗിൽ തോളിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. ജ്വല്ലറി ഓടിട്ടതായതിനാൽ ആഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവ്. ഇതറിഞ്ഞായിരുന്നു സംഘത്തിന്റെ നീക്കം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഘത്തിലുണ്ടായിരുന്ന 4 പേരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ, ലിജിൻ രാജൻ, തൃശൂർ സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവരാണ് പിടിയിലായത്. എന്നാൽ ഇവരിൽ നിന്ന് സ്വർണം കണ്ടുകിട്ടിയിട്ടില്ല. 5 പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവർക്കു വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ, മലപ്പുറം.